വിവോയുടെ വിവോ V29 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V29 Pro എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ V29 Proയിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഇതിൽ OLED പാനലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഈ ഫോണിൽ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വിവോ V29 Proയിൽ വന്നേക്കാം. എടുത്തു പറയേണ്ട കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൂടി ഇതിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatekന്റെ dimensity 8200 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൽ 12 GB റാം വരെയും അതുപോലെ തന്നെ 256 GB ഇന്റേണൽ വരെയും വന്നേക്കാം. മിക്കവാറും ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടും അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും വരില്ല. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഇതിൽ 64 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. അതിൽ തന്നെ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി 2 സെൻസേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒന്ന് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കും, അടുത്തൊരു സെൻസർ ഡെപ്ത് സെൻസർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാക്രോ ലെൻസ് ആയേക്കാം. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വളരെ മികച്ച 50 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വന്നേക്കാം. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ചില റിപ്പോർട്ടുകളിൽ ഈ ഫോണ് ജൂണിൽ തന്നെ ലോഞ്ച് ചെയ്തേക്കാം എന്നും പറയുന്നുണ്ട്. എന്തായാലും കറക്റ്റ് ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും അടുത്ത് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യ അടക്കമുള്ള മാർക്കറ്റുകളിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോ V27 Pro എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യയിൽ 38,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം അതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനായിട്ട് വരുന്ന ഈ ഒരു ഫോണിൻ്റെ വില ആ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയേക്കാം. അപ്പം ഒരു 38,000 to 45,000 രൂപയുടെ ഒക്കെ ഇടയിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിവോയുടെ ഫോണാണ്. അത് മാത്രമല്ല V സീരീസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ ഫോൺ കൂടിയാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് എക്സ്പെക്റ്റ് ചെയ്യണ്ട. അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും വിവോയുടെ വിവോ V29 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.